ഇന്ന് ഒല്ലൂര് മാലാഖയുടെ പെരുന്നാളാണ്. അതുകൊണ്ട് നമുക്ക് റപ്പായൽ മാലാഖയുടെ കഥ പറയാം. നെനേവെ എന്ന് പറയുന്ന സ്ഥലത്ത് തോബിത്ത് എന്നും അന്ന എന്നും പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. തോബിത്ത് വളരെ നീതിമാനും സഹായമനസ്കരമായിരുന്നു. അങ്ങനെ സഹായിച്ച് ഇദ്ദേഹത്തിൻ്റെ പൈസയെല്ലാം കഴിഞ്ഞു. അതിനിടയിൽ ഇദ്ദേഹം കുരുടനുമായി. അങ്ങനെ ഇരിക്കെ താൻ മുൻപ് പൈസ കടം കൊടുത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങാനായി തൻ്റെ മകനായ തോബിയാസിനെ അദ്ദേഹം അയക്കുകയാണ്. ഇവിടെ തോബിയാസിൻ്റെ ഒപ്പം സഹായത്തിനായി മറ്റൊരാൾ വഴികാട്ടിയായിട്ട് വരുന്നു. ഈ വരുന്ന ആളാണ് നമ്മുടെ സ്വന്തം റപ്പായൽ മാലാഖ. പക്ഷേ ആൾ മാലാഖയാണെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ പോകുന്ന വഴിയിൽ ടൈഗ്രീസ് നദിക്കരയിൽ വെച്ചിട്ട് ഇവരെ ഒരു വലിയ മത്സ്യം ആക്രമിക്കുന്നു. ഈ മത്സ്യത്തിനെ കൊന്ന് ഇതിൻ്റെ കരളും ചങ്കും ഇവർ ശേഖരിക്കുന്നു. എന്നിട്ട് ഇവർ പിന്നെയും യാത്ര തുടർന്നു. അങ്ങനെ വഴിയിൽ വെച്ച് സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ അവർ കണ്ടുമുട്ടാണ്. സാറയെ 7 പ്രാവശ്യം വിവാഹം കഴിപ്പിച്ചു. പക്ഷെ ആദ്യ രാത്രി ഒരു ദുർഭൂതം ഇവരെ വന്ന് ആക്രമിച്ചിട്ട് ഇവരുടെ 7 ഭർത്താക്കന്മാരെയും കൊന്നുകളഞ്ഞു. പക്ഷേ നമ്മുടെ തോബിയാസ് സാറയെ വിവാഹം കഴിക്കുകയാണ് ആദ്യ രാത്രി. എന്നിട്ട് ഈ മത്സ്യത്തിൻ്റെ കരളും ചങ്കും വെച്ച് ധൂമമുണ്ടാക്കി ഈ ഭൂതത്തിനെ ഈജിപ്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് തോബിയാസ് ഓടിക്കും. അതിനുശേഷം സാറയും കന്നുകാലികളും സാറയുടെ ദാസന്മാരും എല്ലാമായി തോബിയാസ് തിരിച്ച് തോബിത്തിൻ്റെയും അന്നയുടെയും അടുത്തേക്ക് എത്താണ്. എന്നിട്ട് അവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഞെരടി തോബിത്തിൻ്റെ കണ്ണിൽ തേക്കും. അപ്പോൾ കുരുടനായ തോബിത്തിന് കാഴ്ച കിട്ടും. വളരെ സന്തോഷവാനായിട്ടുള്ള തോബിത്ത് വഴികാട്ടിയായിട്ട് വന്ന നമ്മുടെ റപ്പായൽ മാലാഖയ്ക്ക് കുറേ സ്വത്തും പൈസയൊക്കെ നൽകാമെന്ന് പറയുന്നു. അപ്പോഴാണ് റപ്പായൽ മാലാഖ താനൊരു മനുഷ്യനല്ല എന്നും ദൈവത്തിൻ്റെ 7 ദൂതന്മാരിൽ മുഖ്യനായിട്ടുള്ള റപ്പായൽ മാലാഖയാണെന്ന് പറയുന്നത്. അങ്ങനെ മാലാഖ പിന്നീട് അവിടുന്ന് അപ്രത്യക്ഷനാവാണ്. തൃശ്ശൂരുകാർക്ക് നമ്മുടെ ഒല്ലൂരും മാലാഖയും പെരുന്നാളൊക്കെ എന്നൊരു വികാരമാണ്. അപ്പോൾ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ.